ഹായ് ഫ്രണ്ട്സ്, സെൻട്രൽ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസ കൃഷികളെ പറ്റിയാണ്. കൃഷി ചെയ്യാൻ വളരെയധികം നല്ല സമയമാണ് ഏപ്രിൽ മാസം. ഏപ്രിൽ മെയ് മാസങ്ങളിലോട്ട് നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും. വലിയ കഠിനമായ ചൂട് അങ്ങോട്ട് കുറഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മഴയും അതുപോലെ തന്നെ വെയിലും ഒക്കെ കൂടെ കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പറ്റുന്ന ഒരു സമയമാണിത്. ഇപ്പം ഈ ഏപ്രിൽ മാസത്തിൽ എന്തെല്ലാം പുതിയതായിട്ട് കൃഷി ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു 10 എണ്ണത്തിന്റെ കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇത് ആദ്യം തന്നെ പറയാൻ തന്നെ ഇത് കണ്ടോ, പയർ. പയറിന്റെ ഒരു പ്രത്യേകത മഴക്കാലത്തും വേനൽക്കാലത്തും ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയുടെ വ്യത്യാസം നോക്കാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പയർ. ഒരു 20-ലധികം പയർ വെറൈറ്റികൾ തന്നെ, അതിന്റെ വിത്തുകൾ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. 300-ലധികം വെറൈറ്റി പച്ചക്കറി വിത്തുകളും നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യണം കേട്ടോ. രണ്ടാമത്, എല്ലാ കാലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വെണ്ട. ഈ സമയത്തും ഇതുവരെ കൃഷി ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പൊ കൃഷി ചെയ്തോളൂ. വിത്ത് പാകി കിളിപ്പിക്കുന്നതിനാണെങ്കിലും തൈ വാങ്ങിച്ച് നടുന്നതിനാണെങ്കിലും എല്ലാം ഇപ്പൊ പറ്റിയ സമയമാണ്. അടുത്തത് മുളക്. ഏത് തരം മുളകാണെങ്കിലും, പച്ചമുളക് സൈസ് ആണെങ്കിലും ഉണ്ടമുളകാണെങ്കിലും ക്യാപ്സിക്കം, ബജി, അങ്ങനെയുള്ള എല്ലാത്തരം മുളകുകളും കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണിപ്പോൾ. ഇതേ കണ്ടോ, ഇത് നമ്മളുടെ ഉണ്ടമുളകാണ്. പലതരത്തിലുള്ള മഞ്ഞ, വെള്ള, പർപ്പിൾ കളറ്, ബ്ലാക്ക് കളറ്, അതുപോലെ ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള 25-ലധികം വെറൈറ്റി ആയിട്ടുള്ള മുളകുകൾ നമ്മുടെ സാൻഡ്രം ഓൺലൈൻ സ്റ്റോറിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി വാങ്ങിക്കാവേ. ഇതുപോലെ ഇഷ്ടം പോലെ വിളവ് തരുന്ന മുളകുകളാണ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീഡ്സ് ആണ്. 90% ജെർമിനേഷൻ ഉറപ്പുവരുത്തുന്ന സീഡ്സ് ആണ് നമ്മളുടേത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തരം ചീരകളും, പച്ചച്ചീരയും, ഇതേ ബ്ലാത്താങ്കര ചീരയാണ്, അതുപോലെ നമ്മുടെ അരുൺ ചീര, നാടൻ ചീര, മയിൽപ്പീലി ചീര, സുന്ദരി ചീര, അങ്ങനെയുള്ള എല്ലാ ചീരകളും, പാലക്ക്, കേയില, ഇലവർഗത്തിൽ ഇലയായിട്ട് നമ്മൾ കഴിക്കുന്നുള്ള എല്ലാ ചീരവർഗ്ഗങ്ങളും കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇപ്പോൾ. അടുത്തത് വഴുതനയും നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ദേണ്ട കണ്ടോ, ഇത് നമ്മുടെ വേങ്ങേരി വഴുതനയാണ്. പലതരത്തിലുള്ള വഴുതന നമ്മളുടെ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ വേങ്ങേരി വഴുതനയാണ്. അതേ പൂവിട്ട് കായാകാൻ തുടങ്ങുന്നു. അപ്പൊ വഴുതന ചെടികളെല്ലാം തന്നെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പം എല്ലാവരും അടുക്കളത്തോട്ടത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ളതാണ് പീച്ചില്. കണ്ടോ, പീച്ചിലും നമുക്കിപ്പോൾ കൃഷി ചെയ്യാം. അതുപോലെ ചുരക്കായും നമുക്കിപ്പോൾ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത് കായ്ച്ച കയറാതിരിക്കാനായിട്ട് കവറിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുക്കുംബറും നമുക്ക് എല്ലാത്തരം കുക്കുംബറും നമുക്ക് ഈ സമയത്ത് കൃഷി ചെയ്യാം. അതുപോലെ പൊട്ടുവെള്ളരി, വെള്ളരി, ഇതെല്ലാം നമുക്കിപ്പോ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മളുടെ പടവലമാണ്. പടവലവും ഇതുപോലെ വള്ളിയായിട്ട് പടരുന്ന ഐറ്റം എല്ലാം കൂടുതൽ വിളവ് ലഭിക്കുന്നത് താഴെ നടുമ്പോഴാണ്, നിലത്ത് നടുമ്പോൾ. അതുപോലെ തന്നെ നിലത്ത് നടാൻ സൗകര്യം ഇല്ലാത്ത ആളുകൾ വേണ്ട ഇതുപോലെ എയർ പ്രൂണിംഗ് പോട്ട് വാങ്ങിച്ച് നടുവാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ വിളവ് തരുന്നതിന് ഈ ടൈപ്പ് പോട്ടുകളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ടെറസിൽ കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മുടെ പടവലൊക്കെ ഇപ്പൊ പൂവിട്ട് തുടങ്ങി. ബേബി പടവലും, ഹൈബ്രിഡ് പടവലും, അതുപോലെ വലിയ നാഗ പടവലും, ഒരുപാട് നീളമുള്ള ടൈപ്പ് പടവലും ഉണ്ടല്ലോ. ഇതെല്ലാം വിത്ത് നമ്മളുടെ കയ്യിലുണ്ട് കേട്ടോ. അതുപോലെ മത്തനും ഇപ്പൊ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. നമ്മളും ഇതുപോലെ എയർ പ്രൂണിംഗ് പോട്ടിനകത്താണ് മത്തൻ നട്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ മഴവെള്ള സംഭരണിയുടെ പുറത്തോട്ട് ഓലക്കീറൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ പടർത്തിക്കൊണ്ട് വരികയാണ്. ഇതുപോലെ വെള്ളരി ആണെങ്കിലും കുക്കുംബർ ആണെങ്കിലും തണ്ണിമത്തനാണെങ്കിലും എല്ലാം ഇതുപോലെ വളർത്താനായിട്ട് പറ്റും. അതുപോലെ തക്കാളിയും ഇപ്പൊ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. പലതരത്തിലുള്ള തക്കാളികൾ, വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് കളറുള്ള തക്കാളി, ലൈബീരിയൻ തക്കാളി, ടോഗോ തക്കാളി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു 20-ലധികം തക്കാളി വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, ഇത് നമ്മുടെ കുറ്റി വളരിയാണ്. വളരെ ചെറുതിലേ തന്നെ കായ്ച്ചു തുടങ്ങുന്ന 365 ദിവസവും നമുക്ക് ഇതിൽ നിന്ന് വിളവും കിട്ടും. ഒരുപാട് അങ്ങ് പടർന്നു പോകത്തില്ല, എന്നാൽ ചെറിയ രീതിയിൽ പന്തലിട്ട് കൊടുക്കുകയും ചെയ്യണം. ഈ കുറ്റി വളരിയെ നമുക്കിപ്പം പിടിപ്പിക്കാവുന്ന സമയമാണ്. അതുപോലെ കോവൽ തണ്ടുകൾ വെച്ച് പിടിപ്പിക്കുന്നതിനും ഇപ്പൊ നല്ലതായിട്ട് കായ്ഫലം ലഭിച്ചതിന് ശേഷം മുരടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നെ 2 കൊല്ലമൊക്കെ ആയിട്ടുള്ള കോവലുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതും ഈ സമയത്താണ്. നല്ല രീതിയിൽ ശാഖകൾ പൊട്ടി ഇഷ്ടം പോലെ കായ്കൾ പിന്നീട് ഉണ്ടാവും. അതുകൊണ്ട് ഈ സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ തക്കാളി വഴുതനയാണ്. ഇലയും അതുപോലെ തന്നെ കായും നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ നട്ടുകൊടുക്കാം. ഇതിന്റെ തണ്ടൊടിച്ചു കുത്തി നമുക്ക് നടാനായിട്ട് പറ്റും. വിത്തുകൾ വാങ്ങിച്ചും നമുക്ക് നടാനായിട്ട് പറ്റും. ഇതിന്റെ വിത്ത് നമ്മുടെ ഇല്ല കേട്ടോ. അതുപോലെ പാവലെല്ലാം വെക്കാൻ പറ്റിയ സമയമാണ് ഇപ്പൊ കേട്ടോ. പാവല്, മായ പാവല്, പ്രീതി പാവല്, ഹൈബ്രിഡ് പാവല്, പച്ചപ്പാവല്, ഓണക്കൂർ പാവല്, ഇതിന്റെ എല്ലാം വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇഞ്ചി, മഞ്ഞള്, കാച്ചില്, ചേമ്പ് ഒക്കെ ഇപ്പൊ നമുക്ക് നടാൻ പറ്റിയ സമയമാണ്.
ഫെബ്രുവരി, മാർച്ച് മാസത്തിലായിരുന്നു ചേന നടേണ്ടിയിരുന്നത്. ആ സമയത്ത് നടാൻ പറ്റാത്തവര് വിഷമിക്കേണ്ട. ഇപ്പം നട്ടാലും മതി. ഇപ്പൊ വേനൽ മഴ ലഭിച്ചതുകൊണ്ട് കപ്പയാണേലും നടാൻ പറ്റിയ സമയമാണ്. ഇപ്പൊ നിങ്ങളും നമ്മളുടെ അടുക്കള തോട്ടത്തില് 1, 2, 3 വെച്ച് എല്ലാ ഇനങ്ങളും വെച്ച് പിടിപ്പിക്കുകയാണെങ്കില് നമുക്ക് വേണ്ടുന്ന എല്ലാ ദിവസത്തേക്കുമുള്ള പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.